ഹായ്, ഇന്ന് ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനായി നമുക്ക് പനിക്കൂർക്ക, കറിവേപ്പില, കയ്യോന്നി, തുളസി, നമുക്ക് വേണ്ടത് ബ്രഹ്മിയാണ്. ബ്രഹ്മി ഒരു തണ്ട് കൊണ്ട് നട്ടാലും പടർന്നു പിടിക്കുന്ന ഒരു ഔഷധമാണ്. ബുദ്ധി വികസനത്തിനും ഓർമ്മക്കുറവിനും നല്ലതാണ്. പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂവും കൂടെ പറിക്കുന്നുണ്ട്. പിന്നെ ഒരു റോസയും കൂടെ, പിന്നെ ശംഖുപുഷ്പവും വേണം, അതും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട്. ഈ എണ്ണ കാച്ചാനായി നമ്മൾ കടയിൽ നിന്ന് 2 സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ച റോസ്മേരി ഇലയാണ്. കറ്റാർവാഴ മുറിച്ചെടുത്ത വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു. ഇനി നമുക്കെല്ലാം ഒന്ന് അരച്ചെടുക്കാം. റോസ്മേരി ഇല ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്, അത് നമ്മുടെ നാടൻ കയ്പനെല്ലിക്കയാണ്. അതും നമ്മൾ ഇതിനോടൊപ്പം അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ, ഇതെല്ലാം കഴുകി വെള്ളം വാർന്നിട്ട് വേണം അരയ്ക്കാനെടുക്കാൻ. ഇത്രയും പച്ചമരുന്നിന് ഞാൻ എടുക്കുന്നത് 1/2 കിലോ വെളിച്ചെണ്ണയാണ്. ഇനി ഇതിൽ നമ്മൾ 2 ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കുന്നുണ്ട്. എല്ലാവരും അരച്ച് പിഴിഞ്ഞെടുത്ത നീരിലാണ് എണ്ണ കാച്ചുന്നത്. പക്ഷേ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല. അരച്ച കൂട്ടിലേക്ക് എണ്ണ ഒഴിച്ച് കാച്ചിയെടുക്കുകയാണ്. എല്ലാം ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് കുറേശ്ശെയാണ് ഞാൻ അരച്ചെടുക്കുന്നത്. അടികട്ടിയുള്ള പാത്രത്തിൽ അരച്ച് വെച്ചതും എണ്ണയും ഒഴിക്കാം. ഞാൻ എണ്ണ കാച്ചുന്നത് വിറകടുപ്പിലാണ്. ഇതിലേക്ക് ഇനി 1 സ്പൂൺ ഉലുവ പൊടിച്ചതും 2 സ്പൂൺ റോസ്മേരി ഇലയും 1 പിടി മൈലാഞ്ചി ഇലയും ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയുടെ പാകമെന്ന് പറയുന്നത്, നമ്മൾ ഒഴിച്ച കൂട്ട് ഉമിക്കിരി പോലെ മൊരിയുന്നതാണ് എണ്ണയുടെ പാകം. ചെറു തീയിലാണ് എണ്ണ കാച്ചേണ്ടത്. ഞാൻ എണ്ണ കാച്ചി പൊട്ടുന്ന കുപ്പിയിലാണ് സൂക്ഷിക്കുന്നത്. അതിനായി ഞാൻ എപ്പോഴും ഒരു കുപ്പി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ചെറിയ ചൂടോടെ നമുക്ക് എണ്ണ അരിച്ചെടുക്കാം. അറിയ ശേഷം കുപ്പിയിലൊഴിച്ച് ഭദ്രമായി സൂക്ഷിക്കാം. ആഴ്ചയിൽ 3 ദിവസമാണ് ഞാൻ തലയിൽ എണ്ണ വെക്കാറ്. എൻ്റെ വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.